ആദ്യത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ ഉണ്ടാവുന്നത് ജലത്തിന്റെ വിഘടനത്തിൽ നിന്ന്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ വിഘടനത്തിൽ നിന്ന്, അന്നജത്തിന്റെ വിഘടനത്തിൽ നിന്ന്, പഞ്ചസാരയുടെ വിഘടനത്തിൽ നിന്ന്. ആൻസർ എ, ജലത്തിന്റെ വിഘടനത്തിൽ നിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങളുടെ ഇലകളിൽ ജലം എത്തിക്കുന്നത് ആരാണെന്ന്? ഓപ്ഷൻസ്: ഫ്ലോയം കുഴലുകൾ, പാലിസേഡ് കല, മൂലലോമങ്ങൾ, സൈലം കുഴലുകൾ. ആൻസർ ഡി, സൈലം കുഴലുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, അന്നജത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി? അമിലേസ്, ടിപ്സിൻ, ലിപ്പേസ്, ടാക്ടോസ്. ആൻസർ എ, അമിലേസ്. അടുത്ത ക്വസ്റ്റ്യൻ, ബുക്ക് ലങ്സ് എന്ന ശ്വസനാവയവമുള്ള ഒരു ജീവി? മണ്ണിര, ഹൈഡ്ര, ഇരട്ടവാലൻ, എട്ടുകാലി. ആൻസർ എട്ടുകാലി. അടുത്ത ക്വസ്റ്റ്യൻ, ATP ADP ആയിട്ട് മാറുമ്പോൾ? ഓപ്ഷൻസ്: ഊർജം സംഭരിക്കുന്നു, ഊർജം സ്വതന്ത്രമാകുന്നു, ഊർജമാറ്റം ഉണ്ടാകുന്നില്ല, ഊർജം ഇല്ലാതാകുന്നു. ആൻസർ ബി, ഊർജം സ്വതന്ത്രമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നവജാത ശിശുവിന്റെ അസ്ഥികളുടെ എണ്ണം? 206, 260, 207, 270. ആൻസർ ഡി, 270. അടുത്ത ക്വസ്റ്റ്യൻ, പേശീക്ലമം ഉണ്ടാകുമ്പോൾ അടിഞ്ഞുകൂടുന്ന അമ്ലം ഏത്? ടാർട്ടാറിക് അമ്ലം, അസറ്റിക് അമ്ലം, ലാക്റ്റിക് അമ്ലം, നൈട്രിക് അമ്ലം. ആൻസർ സി, ലാക്റ്റിക് അമ്ലം. അടുത്ത ക്വസ്റ്റ്യൻ, ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം? DNA, RNA, ADP, ATP. ആൻസർ എ, DNA. അടുത്ത ക്വസ്റ്റ്യൻ, ജന്തുക്കളെയും സസ്യങ്ങളെയും വർഗീകരിച്ച ഇന്ത്യക്കാരൻ? ചാണക്യൻ, JC ബോസ്, ചരകൻ, ഹർഗോവിന്ദ് ഖൊരാന. ആൻസർ സി, ചരകൻ.